ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വർദ്ധമാൻ ഫാൻറ്റസി അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അലൗദ്ദീൻ്റെ ഒക്കെ ഒരു സെറ്റപ്പില്ലേ അതുപോലെ തോന്നും കാണാൻ. നമ്മൾ ചെക്കിങ്ങും കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പം തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ എൻട്രി ടിക്കറ്റിൻ്റെ കൗണ്ടർ കാണാം. 2 റുപ്പീസാണ് ഒരാൾക്ക്. ആൻഡ് ഇത് നമ്മുടെ റൈഡുമായിട്ടൊരു ബന്ധമില്ല, ഇത് ജസ്റ്റ് എൻട്രി ഫീസാണ്. റൈഡുകൾക്കെല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണ് എടുക്കേണ്ടത്. ലാസ്റ്റ് നമ്മളിവിടെ വന്നത് ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ആയിരുന്നു. ആ സമയത്ത് ഇതുപോലെ ഇവിടെ ഫുഡ് സ്റ്റോൾസോ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ലായിരുന്നു. ആൻഡ് റൈഡുകളും കുറവായിരുന്നു. കുറച്ച് റൈഡും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു, അത് വിൽക്കാനും അല്ലാതെ വളർത്തുന്ന ടൈപ്പും ഒക്കെ ആയിട്ടുള്ളത്. ബട്ട് ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പം ഒരൊറ്റ പ്ലാൻസും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതെല്ലാം അവരെടുത്ത് മാറ്റിയിട്ട് ഇത് ഫുള്ളി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാക്കി മാറ്റിയേക്കുവാണ്. എനിക്കിവിടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് 2 റൈഡുകളാണ്. ഒന്ന് ഗോ കാർട്ടും ഒന്ന് നമ്മുടെ സീറോ ഗ്രാവിറ്റി റൈഡും. ഇത് രണ്ടും തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. സോ നമ്മളിത് രണ്ടിലും കയറണമെന്ന് പറഞ്ഞാണ് വന്നെങ്കിലും നമ്മൾ ഗോ കാർട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ റേറ്റ് ചോദിച്ചപ്പോൾ 600 റുപ്പീസ് 10 ലാപ്സിന് അവർ പറഞ്ഞത്. റേറ്റ് കേട്ടപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റും പോയി. ആൻഡ് അത്ര വേർത്തിട്ടായിട്ട് തോന്നിയില്ല അതിനുള്ളത്. ആൻഡ് അവിടെ വേറെ കുറച്ച് പേര് കയറാൻ നിൽപ്പുണ്ടായിരുന്നു. സോ അവർ ഓടിക്കുന്നതും കണ്ട് നമ്മൾ നെക്സ്റ്റ് എന്താ പറയുക റൈഡിലേക്ക് പോകുമായിരുന്നു. ആൻഡ് നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈ ഐഫിൽ ടവറും ഈജിപ്റ്റ് പിരമിഡും ഒക്കെ ആണെങ്കിൽ നമ്മുടെ 7 വണ്ടേഴ്സ് ഇവർ 7 വണ്ടേഴ്സിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നത്. നേരത്തെ ഇത് കുറേ ചെടികളുടെ ഇടയ്ക്കൊക്കെ ആയിരുന്നു സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ബട്ട് ഇപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഗോ കാർട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താൽ ഒരു എക്സ്പീരിയൻസ് ആവും. പിന്നെ ഇത് നമ്മുടെ താജ്മഹലിൻ്റെ റെപ്ലിക്കയാണ്. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. സോ അത് ഡബിൾ ഡെക്കർ ബസ്സിലായിരുന്നു. സോ ഒരാൾക്ക് 50 റുപ്പീസാണ് ടിക്കറ്റ് പ്രൈസ്. ആൻഡ് 50 റുപ്പീസിന് അവർ ഈ പാർക്കിൻ്റെ ഫുള്ള് 2 റൗണ്ടാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ആൻഡ് നമ്മളൊരു 5:45 ആയപ്പോഴാണ് ഈ ബസ്സിൽ കയറിയത്. അതിന് നമ്മൾ മുകളിലാണല്ലോ ഇരുന്നത്. ബട്ട് എന്നിട്ട് കൂടി ഈ 5:45 ടൈം ആയിട്ട് കൂടി നല്ല ഒന്നാന്തരം വെയിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിലൊന്ന് കുറച്ചുകൂടെ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇവിടെയും തണലത്തേക്ക് മാറിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലാണ്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാലേ ഒന്ന് വെയിൽ ഇച്ചിരിയിലും കുറഞ്ഞ് തുടങ്ങത്തുള്ളൂ. പിന്നെ നമ്മൾ വെയിൽ കാരണം 15 to 20 മിനിറ്റ്സ് അവിടെ തണലും പിടിച്ചിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഏതായാലും മാമനും മോനും തമ്മിൽ അടിയുണ്ടായി ജ്യൂസിൻ്റെ പേരിൽ. 2 പേർക്കോട്ട് ജ്യൂസ് വേണ്ടതാനും എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വയ്യ. കാത്തു എടുത്തത് ഒരു ബ്ലൂബെറിയുടെ ഫ്ലേവർ ആയിരുന്നു. അത് കാരണം തന്നെ അതിന് വല്ലാത്തൊരു മെഡിസിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റിൽ അടിയിട്ടത് അവരാണെങ്കിലും കുഴിച്ച് തീർത്തത് ഞാനാണ്. നമ്മൾ വെയിൽ മാറാൻ അവിടെ ഇരുന്നൊരു 6-6:15 വരെ നമ്മൾ അവിടെ ഇരുന്നിട്ടും വെയിൽ മൊത്തത്തിൽ മാറിയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗെയിം സ്റ്റേഷനിലേക്ക് കയറി. ഇവിടെ ആണെങ്കിൽ നമ്മൾ 100 റുപ്പീസിന് നമുക്ക് 3 ഗെയിംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവരൊരു കോയിൻ തരും. അത് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും 3 ഗെയിം 100 റുപ്പീസിന് കളിക്കാം. കാത്തു ഇതിനകത്ത് കയറി കഴിഞ്ഞ് കാത്തുവിനെ ഇറക്കാൻ നമ്മൾ കുറേ ബുദ്ധിമുട്ടി. ലാസ്റ്റ് നമുക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒക്കെ കയറാമെന്ന് പറഞ്ഞിട്ടാണ് കാത്തുവിനെ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വെളിയിൽ വന്നത്. നമ്മൾ ഗെയിം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം എല്ലാ റൈഡുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത്യാവശ്യം വെയിലിനും നല്ല കുറവുണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യമേ കാത്തുവിനെ കയറ്റിയത് ഈ ഒരു റൈഡിലാണ്. ഇത് നമ്മൾ പണ്ട് പോഗോ ചാനലിലെ തകേഷി കാസൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ ടാസ്കുകളൊക്കെ ആയിട്ട്. സോ അതിനകത്തേലെ ഒരു അഡ്വഞ്ചറിൻ്റെ ഒരു സെക്ഷനായിട്ടാണ് തോന്നി. വേറെയും കുറച്ച് റൈഡുകൾ നമ്മൾ കയറിയെങ്കിലും കാത്തുവിൻ്റെ മൈൻഡ് ഫുള്ള് നമ്മുടെ ഗെയിം സ്റ്റേഷനിൽ സ്റ്റക്കായിരുന്നു. അതിനുശേഷം നമ്മൾ സീറോ ഗ്രാവിറ്റി റൈഡിൽ കയറാമെന്നുള്ള ഇതിൽ പോയി നമ്മൾ ജസ്റ്റ് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് ഒന്ന് ഫസ്റ്റ് റൗണ്ട് ആരെങ്കിലും ഒന്ന് കയറി ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കയറാമെന്ന് വിചാരിച്ചു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വയറ് കത്തി. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഭക്ഷണം വല്ലതും കഴിച്ചിട്ട് നമുക്ക് വരാം, ഇല്ലെങ്കിൽ ചിലപ്പം തല ഇറങ്ങുക പോലെ ചെയ്താലോ എന്ന് വിചാരിച്ചു. സോ പിന്നെ നമ്മൾ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കാറായപ്പോഴത്തേക്ക് അത്യാവശ്യം ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കഴിച്ചത് ഓവറായി പോയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എന്ന് കയറിയാൽ പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഫാസ്റ്റിൽ നമുക്ക് ചെറിയ ചെറിയ റൈഡുകളിലൊക്കെ ഒന്ന് കയറി ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കയറാമെന്ന്. സോ നമ്മൾ കയറിയത് ട്രെയിനിലാണ്. സോ നമ്മുടെ അമ്മയും വല്യമ്മയും പുറകിലിരിപ്പുണ്ട്. സോ ഇതിൻ്റെ ചാർജസ് വരുന്നത് എന്തോ നമ്മുടെ 60 റുപ്പീസ് എങ്ങാണ്ടാണ് ഒരാൾക്ക് ചാർജസ് വരുന്നത്. ആൻഡ് എല്ലാ റൈഡിലും എനിക്ക് തോന്നുന്നു 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. ഈ റൈഡ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കഴിച്ചതൊക്കെ ഒരുമാതിരി സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സീറോ ഗ്രാവിറ്റിക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ചാർജസ് വരുന്നത് 100 റുപ്പീസാണ്. അഫോർഡബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി എല്ലാവരും സെറ്റിലായി കഴിഞ്ഞപ്പോഴേക്കും അവർ സ്റ്റാർട്ടാക്കി. അപ്പോൾ തന്നെ അത് മിക്സി കറങ്ങണ പോലെ അങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ സ്ലോ ആയിരുന്നെങ്കിലും പതുക്കെ പിന്നെ സ്പീഡ് കൂടി തുടങ്ങി. സോ നമ്മൾക്ക് പുറത്തുനിന്ന് കാണുന്ന അത്ര പ്രശ്നം ഇല്ലയെന്ന് തോന്നുന്നു. എനിക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ അത്ര വലിയ എന്താ പറയുക പേടിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് റൈഡൊന്നുമല്ല. ഇതിനേക്കാളും പേടിയാണെന്ന് തോന്നുന്നു എനിക്ക് ജയൻറ്റ് വീലിലും നമ്മുടെ ബോട്ട് സ്വിങ് പോലത്തെ സംഭവങ്ങളിലൊക്കെ കയറുമ്പോഴാണെന്ന് തോന്നുന്നു പിന്നെയും ഇതിനേക്കാളും പേടിയായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൈഡിലാരും പേടിച്ചിട്ട് കയറാതിരിക്കേണ്ട. അത്ര വലിയ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് പറ്റിയ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിയാണെങ്കിൽ അവിടുത്തെ ഒരു ആണിയിൽ കുടുങ്ങിപ്പോയി. അത് കാരണം എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇറങ്ങുന്നവരെ. അതിനുശേഷം നമ്മൾ എയിം ചെയ്യുന്ന ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മിനിമം 4 ബലൂണെങ്കിലും നമ്മൾ ബസ്റ്റ് ചെയ്യണം 5 എണ്ണത്തിൽ. ബട്ട് 4 എണ്ണം പോയിട്ട് വിച്ചു ആകപ്പാടെ പൊട്ടിച്ചത് ഒറ്റ എണ്ണമാണ്. ആൻഡ് നമ്മൾ ബോൾ വെച്ച് നമ്മുടെ ഈ ഗ്ലാസ് വീഴ്ത്തുന്ന പരിപാടിയില്ലേ അതിലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലും ബോൾ നമ്മുടെ കയ്യിൽ കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വിച്ചു മാമൻ ചാറ് പറയാൻ നിറഞ്ഞ് ബോൾ ഏത് ദിശയിലേക്കാണ് പോയെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരൊറ്റ ഗ്ലാസ് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
ആ തോറ്റൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഗെയിം സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. 100 റുപ്പീസ് കൊടുത്ത് നമ്മൾ പിന്നെ ഒരു 3 ഗെയിം എടുത്തു. ആൻഡ് കാത്തൂമിലേക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് ഗെയിം കളിക്കാം, ഗെയിം സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ പോകുന്നതിന് മുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി നമ്മുടെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു 1 hour ട്രാവലുണ്ട്. സോ ഓൾറെഡി ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ആൻഡ് നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് കാണാം അവിടെ റൈറ്റ് സൈഡിൽ കുറേ ഫാൻസി ഐറ്റംസ് ഉള്ള ഷോപ്പുകളുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. നല്ല നല്ല ഐറ്റംസ് ആണുള്ളത്. ദെൻ അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ക്യാബും ബുക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു 2 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ക്യാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.